വടകരയിൽ നിന്ന് നോക്കൂ, കാത്തിരിപ്പ് 4 മണിക്കൂർ വരെ നീളുന്നതിനാൽ അവിടെ വോട്ട് ചെയ്യാതെ മടങ്ങുന്നവരുണ്ട്. നേരത്തെ രാഹുൽ അവിടെ വോട്ടർമാരോട് വലിയ ക്യൂ ആയി നിൽക്കുന്ന വോട്ടർമാരോട് ചോദിക്കുമ്പോൾ 1.5 മണിക്കൂറായി നിൽക്കുന്നു, ഇത് നീങ്ങുന്നില്ല. 4 മണിക്കൂർ എന്ന് പറയുന്നത് അസ്വാഭാവികമാണ്. നേരത്തെ തന്നെ കെ രമ അവിടെ പരാതി ഉന്നയിച്ചിരുന്നു. ആളുകൾ ക്യൂവിലുണ്ട്. വടകരയെ സംബന്ധിച്ച് പോളിംഗ് പെർസെന്റേജ് കുറയുന്നതിനെ കാരണം ആൾക്കാർ ക്യൂവിലുണ്ട്. പക്ഷേ ഒരാൾ വോട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം കൂടുതലാവുന്നു. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കൗതുകകരമാണ്. നേരത്തെ രാഹുൽ നിന്ന് ആ പോളിംഗ് ബൂത്തിലുണ്ട് എത്രയോ ആളുകൾ നിൽക്കുന്നു. അല്ല, ഇതേ കാര്യം കോട്ടയത്ത് ഇതേ പ്രശ്നം ഉന്നയിച്ചിരുന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ചാണ്ടിയുമ്മന്റെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇതേ പ്രശ്നം ഉന്നയിച്ചിരുന്നു. അത് ഒരുപക്ഷെ ചില ബൂത്തുകളിൽ ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരു സമീപനമോ അല്ലെങ്കിൽ അവരത്രയും പെട്ടെന്ന് ഇത് ചെയ്യിപ്പിക്കാത്തത് കൊണ്ടൊക്കെ സംഭവിക്കുന്നതാകാം. ഏതായാലും വടകരയിൽ വോട്ടെടുപ്പ് ഇഴയുന്നു. 4 മണിക്കൂർ വരെ ചിലർക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ ആളുകൾ വോട്ട് ചെയ്യാതെ പോകുന്നു എന്നുള്ളതാണ് വടകരയിൽ നിന്ന് വരുന്ന വിവരം. അങ്ങനെ ആരെങ്കിലും കാത്തു നിന്ന് മുഷിഞ്ഞ് വോട്ട് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിന് തന്നെ സംഭവിക്കുന്ന കളങ്കമാണ്. അങ്ങനെ സംഭവിച്ചുകൂടാത്തതാണ്. അതിലെന്താണ് പെട്ടെന്ന് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം ചെയ്യേണ്ടതാണ്. അവിടെ ഉദ്യോഗസ്ഥർക്ക് കുറച്ചുകൂടി സ്പീഡാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ. അതല്ലെങ്കിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ, വടകരയിൽ കുറെ ആളുകൾ വോട്ട് ചെയ്യാതെ അവശേഷിക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവും. കാരണം ഏറ്റവും കൂടുതൽ പ്രചാരണം, ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിച്ചൊരു മണ്ഡലമാണ്. കാരണം ആദ്യഘട്ടം മുതൽ കെ മുരളീധരൻ പോകുന്നു, ഷാഫി പറമ്പിൽ വരുന്നു, അത് കഴിഞ്ഞ് വീഡിയോ വിവാദങ്ങൾ, പാനൂർ ബോംബ് സ്ഫോടനം, അങ്ങനെ കുറെ തരത്തിലുള്ള വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ചയായ മണ്ഡലമാണ്. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് വടകര. അപ്പൊ അവിടെ വടകരയിൽ നിന്നാണ് ഈ വൈകുന്നു അല്ലെങ്കിൽ ഇഴയുന്നു എന്നുള്ള പരാതി വരുന്നത്.